പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്നാണ് തുടക്കമാവുക. ഇന്ന് 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് സൂപ്പർ കപ്പിൽ നടക്കുക. ഇന്ന് വൈകിട്ട് 4:30 ആരംഭിക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും നടക്കുക. അതുപോലെ തന്നെ ഇന്ന് 8 മണിക്ക് മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ISL ക്ലബ്ബുകൾ തന്നെയായ FC ഗോവയും അതുപോലെ പഞ്ചാബ് FCയും തമ്മിലുള്ള പോരാട്ടവും നടക്കും. എന്തായാലും ഇന്ന് 4:30 തുടങ്ങാനായിട്ട് പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ. കാരണം ഇതുവരെയായിട്ടും ഒരു മേജർ ട്രോഫി നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. ഇനിയുള്ള 3 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഒരു കിരീടം നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ഇന്നത്തെ മത്സരം വിജയിക്കാൻ സാധിച്ചാൽ സെമിയിലേക്ക് കടക്കാനുള്ള ഒരു അവസരവും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിനായി. എന്തായാലും ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു മാറ്റം മാത്രമേ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ നിലവിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഗോൾ കീപ്പറായി നമുക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നത് സച്ചിനെ തന്നെയാണ്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ 2 സെന്റർ ബാക്കുകളായി ബികാഷും നാമിനെയും അതുപോലെ തന്നെ മിലോസിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ നവോച്ച തന്നെ തുടരും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഹോർമിബാം ആയിരുന്നെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഐബാൻ ഡൊഹ്ലിങ്ങിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ വിപിനും അതുപോലെ തന്നെ അവിടെ ദുസാൻ ലക്കാത്തോറും 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കും. അവർ മധ്യനിരയിൽ കളി മെനയാൻ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ നമുക്ക് ലൂണയെയും അതുപോലെ തന്നെ ഡാനിഷിനെയും അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ അവിടെ നോവാസുദുയും അതുപോലെ തന്നെ ജീസസ് ജിമെനസും ഉണ്ടാകാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു മാറ്റം മാത്രമേ നമ്മൾ നിലവിൽ കാണുന്നുള്ളൂ. ഐബാൻ ഡൊഹ്ലിംഗ് ആദ്യ ലെവലിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ നിലവിൽ കാണുന്നത്. എന്നാൽ ലൂണ ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ലൂണ കളിക്കും എന്നുള്ളൊരു കാര്യം ഇന്നലെ പ്രീ മാച്ച് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്തല വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണ കളിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.